പുറത്തെ മഴയനക്കം കേട്ട് വല്ലാത്ത നേരത്ത് ഉറക്കം ഞെട്ടിയ ഒരു പ്രഭാതം. രാവിലെ 3 മണി. ഇനി ഉറക്കം കടാക്ഷിക്കില്ലെന്ന് മനസ്സിലാക്കി ഉയർന്നു വന്ന വിശപ്പ് ഒരാപ്പിളിൽ ഒതുക്കി പുസ്തകം വായിക്കാനിരുന്നു. മധുരവേട്ട. ആപ്പിളിൻ്റെ മധുരത്തിനൊപ്പം വായിൽ വായനയുടെ ഇരട്ടി മധുരം കിനിയാൻ തുടങ്ങിയിരിക്കുന്നു. മേരി, നൂറ, രജനി, ആതിര, ഹസീന, 5 പെണ്ണുങ്ങളുടെ കഥ പതിയെ സിരകളിലേക്ക് ഇറങ്ങിത്തുടങ്ങി. കുറേ നാളിനിപ്പുറം അത്യന്തം ഉദ്വേഗത്തോടെ ഇടവേളകളില്ലാത്ത മുറിയാത്ത വായനയിലേക്ക് എഴുത്തുകാരനൊപ്പം. എന്നെന്നും മനസ്സാൽ ആരാധിച്ചിരുന്ന സ്ത്രീരൂപങ്ങളുടെ അവതാരങ്ങൾ, അവരുടെ മാത്രം കരുത്തുറ്റ പെൺവഴികൾ. പെൺസഭയുടെ ഓരോ പ്രതികരണങ്ങളും മധുരവേട്ടയും അവർക്കൊപ്പം എന്നിലും നിറച്ചത് സംതൃപ്തിയുടെ അനുഭൂതിയായിരുന്നു. ചെറുപ്പം മുതൽ പേടിച്ചും വിറച്ചും വിറങ്ങലിച്ചും ഉള്ളിലൊതുക്കിയ നീറ്റലൊടുങ്ങാത്ത മുറിവുകൾ ഉണക്കാൻ പാകത്തിലുള്ള മധുര പ്രതികാരങ്ങൾ. ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ പഴുത്തുറഞ്ഞ് രൂപപ്പെട്ട പെൺസഭയുടെ മാന്ത്രികത വരികളിൽ നിറഞ്ഞു. പെണ്ണിൻ്റെ ധൈര്യത്തിനു മുന്നിൽ വിറയ്ക്കുന്ന ആണഹന്തകളുടെ പരിണാമങ്ങൾ ആസ്വദിച്ച് വായന തുടർന്നു. പുറത്ത് പ്രഭാതം വിടരുമ്പോൾ മധുരവേട്ട അത്യന്തം മധുരത്തോടെ അവസാന താളുകളിലേക്ക് എത്തിയിരുന്നു. അവിടെ മേരി ഇങ്ങനെ പറയുന്നു: നമ്മൾ ഒന്നിൻ്റെയും തുടക്കവും ഒടുക്കവുമല്ല, തുടർച്ചയാണ്. മറ്റാരൊക്കെയോ കൈമാറി നൽകിയ കർമ്മം. തുടക്കം എന്നൊന്നില്ല, തുടർച്ചയേയുള്ളൂ.